നമുക്ക് എങ്ങനെ ദേഹ സംരക്ഷണം ചെയ്യാം, അല്ല എങ്കിൽ നമുക്ക് നമ്മുടെ ദേഹത്തേക്ക് ഒന്ന് പാമ്പർ ചെയ്ത് ഒന്ന് ഉന്മേഷത്തോടെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്നാമതായിട്ട് ഹോട്ട് ഓയിൽ മസാജ്. ഏതെങ്കിലും ഒരു എണ്ണ ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ട് നമുക്ക് തലയിലും ദേഹത്തും നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കാം. ഇത് രക്തയോട്ടം കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും, അത് മുടി വളർച്ചയ്ക്കും സഹായിക്കും, അതുപോലെ തന്നെ സ്കിന്നിൽ ഉണ്ടാവുന്ന ചുളിവുകളും പാടുകളും ഒക്കെ മാറി സ്കിന്നൊക്കെ നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാൻ വേണ്ടി സഹായിക്കും. ഇനി രണ്ടാമതായിട്ട് ഏതെങ്കിലും ഒരു ഹെയർ പാക്കും ഏതെങ്കിലും ഒരു ഫേസ് പാക്കും യൂസ് ചെയ്യാം. ഫേസ് പാക്ക് മാത്രമല്ല, സ്കിന്നിൽ മൊത്തത്തിൽ ഇടാൻ പറ്റുന്നവർക്ക് അങ്ങനെയും യൂസ് ചെയ്യാം. ഹെയർ പാക്ക് ആണെങ്കിൽ ഉലുവ വെച്ചിട്ടുള്ളത് യൂസ് ചെയ്യാം, സ്കിന്നിനാണെങ്കിൽ രക്തചന്ദനം വെച്ചിട്ടുള്ളത് യൂസ് ചെയ്യാം. ഇനി മൂന്നാമതായിട്ട് കുളിക്കുന്നവര്, ചൂടുവെള്ളത്തിൽ കുളിക്കുന്നവര് ആര്യവേപ്പിന്റെ ഇലയും മഞ്ഞളും കൂടി ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുളിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഇതില് ആന്റി ബാക്ടീരിയൽ, ആന്റി ഫംഗൽ പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള സ്കിൻ ഡിസീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടാനും, ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടാനും, ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് മാറിക്കിട്ടാനും വേണ്ടിയിട്ടും അത് സഹായിക്കും. ഇനി അടുത്തത് പത്തില തോരൻ വെച്ച് കഴിക്കാം, അതുപോലെ തന്നെ ഔഷധ കഞ്ഞി കുടിക്കാം. ഇത് ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. ആഴ്ചയിൽ എത്ര വട്ടം വേണമെങ്കിലും നമുക്ക് കഴിക്കാം. പത്തില തോരനൊക്കെ കിട്ടുന്നവര് അത് തോരൻ ഉണ്ടാക്കി കഴിക്കാം. ഇനി പത്തിലയൊന്നും കിട്ടുന്നില്ല എങ്കിലും ഇലത്തോരൻ ഒരുപാട് നല്ലതാണ്, അത് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഇനി അടുത്തത് ഓപ്ഷണൽ ആണ് കേട്ടോ. നമുക്കൊക്കെ ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മഴക്കാലം ആകുമ്പോൾ നമുക്ക് മുടിയെല്ലാം ഉണങ്ങി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പൊ ഈ ആയുർവേദ കടയിൽ നമ്മുടെ മുടിക്ക് പുകയ്ക്കുന്ന ഔഷധ പുകേന്റെ കൂട്ട് കിട്ടും. അപ്പൊ അത് വാങ്ങിയിട്ട് ഔഷധപ്പുക മുടിയിൽ ഏൽപ്പിക്കുകയാണെങ്കിൽ മുടിക്കായ മാറാനും സ്പ്ലിറ്റൻസ് മാറാൻ വേണ്ടിയിട്ടൊക്കെ ഇത് സഹായിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒരു 2 ആഴ്ച ചെയ്ത് കഴിഞ്ഞാൽ തന്നെ, നല്ലൊരു ഫുഡും കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ ബോഡീനെ ഒന്ന് റിജനറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ റീഫ്രഷ് ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ.